ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പക്ഷേ എനിക്കിതത്ര ഹാപ്പി ന്യൂ ഇയർ ആണോന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ന്യൂ ഇയറിൻ്റെ പിറ്റേന്ന് പിടിച്ച പനിയാണ്. ഇതുവരെ സൗണ്ടും മാറിയിട്ടില്ല, പനിയും മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവുന്നത്. കാരണം സൗണ്ട് ശരിയാവണമല്ലോ വോയിസ് ഓവർ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പനി മാറുന്നതും വെയിറ്റ് ചെയ്തിരുന്ന ഈ വീഡിയോ അപ്ലോഡ് ആവാൻ അടുത്ത ന്യൂ ഇയർ വരെ വെയിറ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഉള്ള വോയിസിലൊക്കെ വോയിസ് ഓവർ കൊടുത്തങ്ങ് അപ്ലോഡ് ആക്കുവാണ് കേട്ടോ. 2019 ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് ഈ 2024 കഴിഞ്ഞ് 2025 തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും വർഷത്തിനിടയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചി പോകുക എന്നുള്ള ആഗ്രഹം എനിക്ക് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഈ ഇയർ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതാണ് ഈ വർഷത്തെ ന്യൂ ഇയർ ഫോർട്ട് കൊച്ചി തന്നെ പോകണം എന്നൊക്കെ. പക്ഷേ ആ ടൈമിലുള്ള ബിസി കാര്യങ്ങൾ കാരണവും അതുമാത്രമല്ല പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചെത്തും, എങ്ങനെ അവിടെ എത്തിപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് പ്ലാനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. ഫോർട്ട് കൊച്ചി കാർണിവൽ നടന്നില്ലെങ്കിലും കാക്കനാട് കാർണിവൽ നമ്മൾ ഇത്തവണ കൂടി കേട്ടോ. NGO ക്വാർട്ടേഴ്സ് കാക്കനാടിൽ കുറേ വർഷങ്ങളായിട്ട് ന്യൂ ഇയർ പാർട്ടി നടക്കുന്നുണ്ട്. അവിടെ ഈ പാപ്പാനി കത്തിക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഫോർട്ട് കൊച്ചി കാർണിവൽ പോലെ അത്ര ഫേമസ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ എത്തി. സ്പോട്ടിലെത്തിയപ്പോൾ ആദ്യം കുറച്ച് തിരക്കുകളൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ന്യൂ ഇയർ പാളിപ്പോയി കാണുന്നു. പക്ഷേ സമയത്തോടടുത്തപ്പോൾ അവിടെ തിക്കും തിരക്കും കാരണം നമുക്ക് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു 12 മണിയോടടുത്ത് പാപ്പാനി കത്തിക്കുന്ന ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാണ്ടായി, അത്രയ്ക്ക് തിരക്കായിരുന്നു. തിക്കും തിരക്കൊക്കെ ഇല്ലാണ്ട് എന്ത് ന്യൂ ഇയർ അല്ലേ. അപ്പോൾ നിങ്ങളുടെ കാര്യം പറ, നിങ്ങളൊക്കെ എങ്ങനെയാണ് ന്യൂ ഇയർ അടിച്ചു പൊളിച്ചത്? പുറത്തു പോയി നമ്മളെ പോലെ അടിച്ചു പൊളിച്ചോ, അതോ വീട്ടിലിരുന്ന് ഫാമിലിയായിട്ട് അടിച്ചു പൊളിച്ചോ? അങ്ങനെ എൻ്റെ ഇത്രയും വർഷത്തെ കൊച്ചി ജീവിതത്തിലെ ഒരു വലിയ സങ്കടം ഇന്നത്തെ രാത്രിയോടെ തീർന്നിരിക്കാനാണ് കേട്ടോ. ഒരു കൊച്ചി ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക എന്നുള്ള ആഗ്രഹം. ഇനി എന്തെങ്കിലും ഫോർട്ട് കൊച്ചി കാർണിവലും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഈ വീഡിയോ അങ്ങ് നിർത്തുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ പനിയും പെട്ടെന്ന് മാറാൻ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ.